പകുതിയിൽ തന്നെ സൂര്യൻ ചതിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ ചൂട്. താപനില ഇനിയും ഉയരും. കേരളത്തിലെ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. സംസ്ഥാനത്ത് അതിശക്തമായ ചൂടെന്ന റിപ്പോർട്ടുകൾ. പലയിടത്തും ഉയർന്ന താപനില രേഖപ്പെടുത്തി. ഫെബ്രുവരി മാസം പകുതിയായപ്പോൾ തന്നെ അസഹനീയമായ ചൂടാണ്. താപനില ഇനിയും ഉയരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ മുൻകരുതലുകൾ പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രാജ്യത്തെ ഉയർന്ന ചൂട് പാലക്കാട് രേഖപ്പെടുത്തി. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ചൂട്. പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ ചൂടിന്റെ സാഹചര്യത്തിൽ സൂര്യാഘാതവും സൂര്യാതപം മൂലമുള്ള പൊള്ളലുകൾ വരാനുള്ള സാധ്യതയുണ്ടെന്നും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താപനില ഉയരുന്ന സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുൻകരുതലുകൾ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരിട്ട് ശരീരത്തിൽ വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കണമെന്നും അധികൃതർ പറഞ്ഞു. കാലത്ത് 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം. മരത്തണലിലേക്കോ മറ്റ് തണൽ പ്രദേശത്തേക്കോ മാറി നിൽക്കണം. വെയിലത്ത് നടക്കേണ്ടി വരുമ്പോൾ കുട, തൊപ്പി, ടവൽ എന്നിവ ഉപയോഗിക്കണം. പുറത്തു പോകുമ്പോൾ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് നിർബന്ധമായും ധരിക്കണം. കയ്യിൽ പുറത്തു പോകുമ്പോൾ എപ്പോഴും വെള്ളം കരുതണം. ശരീരത്തിലെ ജലനഷ്ടത്തിലൂടെ നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ ശുദ്ധജലം കുടിക്കണം. ശാരീരിക അധ്വാനം അനുസരിച്ചും വിയർപ്പിനനുസരിച്ചും കൂടുതൽ വെള്ളം കുടിക്കണം. സംഭാരം, ഇളനീര്, നാരങ്ങാ വെള്ളം ഇവയെല്ലാം ധാരാളം കഴിക്കാവുന്നതാണ്. വൃത്തിയും ശുചിത്വവുമുള്ള സാഹചര്യങ്ങളിൽ സൂക്ഷിക്കുന്ന പാനീയങ്ങൾ മാത്രം ഉപയോഗിക്കുക. ജ്യൂസിൽ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലം കൊണ്ടുണ്ടാക്കിയതാവണം. മദ്യം, ചായ, കാപ്പി, കാർബണേറ്റ്, സിന്തറ്റിക് കോളകൾ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കണം. ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകി ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കാത്ത രീതിയിൽ ജനാലകളും കർട്ടനുകളും തയ്യാറാക്കണം. മുന്നറിയിപ്പ് പ്രകാരം പകൽ സമയത്ത് കഴിവതും പുറത്തിറങ്ങാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.